എല്ലാവർക്കും സ്വാഗതം. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ബയോളജി എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന ഈ ഒരു വിശകലനം അത്തരം ചില രഹസ്യങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. നമ്മുടെ തന്നെ പെരുമാറ്റങ്ങൾക്ക് പിന്നിലുള്ള ജീവശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങളെയും ശരാശരി കണക്കുകളെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള വളരെ കൗതുകകരമായൊരു യാത്രയാണിത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ശരിക്കും പൂർണ്ണമായും ഒരു പുരുഷ തലച്ചോറ് അല്ലെങ്കിൽ ഒരു സ്ത്രീ തലച്ചോറ് എന്നു പറയുന്ന ഒന്ന് ഈ ഭൂമിയിലുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് നമ്മുടെ മനുഷ്യപരിണാമത്തിന്റെ ചരിത്രത്തിലും അതുപോലെ വളരെ സൂക്ഷ്മമായ നമ്മുടെ ശരീരഘടനയിലുമാണ്. ആ രഹസ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. ഈ വ്യത്യാസങ്ങളുടെ പരിണാമപരമായ വേരുകൾ. 2. മനുഷ്യമസ്തിഷ്കത്തിനുള്ളിലെ രഹസ്യങ്ങൾ. 3. നമ്മുടെ പെരുമാറ്റങ്ങളിലെ ശരാശരികൾ. പിന്നെ അവസാനമായി എന്താണ് ഈ മൊസൈക് ബ്രെയിൻ എന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. വ്യത്യാസങ്ങളുടെ പരിണാമപരമായ വേരുകൾ, അതായത് പ്രാചീനകാലത്തെ നമ്മുടെ അതിജീവനം, വംശവർദ്ധനവ്, പിന്നെ വിജയം. നമ്മുടെ തലച്ചോറിൽ എന്ത് മാറ്റങ്ങളുണ്ട് എന്ന് നോക്കുന്നതിനു മുൻപ് എന്തുകൊണ്ട് ആ മാറ്റങ്ങളുണ്ടായി എന്ന് നമ്മൾ അറിയണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ പുരാതന കാലത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് അതിജീവനത്തിനും വംശവർദ്ധനവിനും ചില പ്രത്യേക കഴിവുകൾ ആവശ്യമായിരുന്നു. പുരുഷന്മാരെ സംബന്ധിച്ച് പരസ്പരമുള്ള മത്സരവും കൂട്ടത്തെ സംരക്ഷിക്കലുമാണ് അന്ന് പ്രധാനമായിരുന്നതെങ്കിൽ സ്ത്രീകളിൽ അത് കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വലിയ സഹനശക്തിയും കരുത്തുമായിരുന്നു. ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് അന്ന് നമ്മുടെ പെരുമാറ്റങ്ങളെ പ്രധാനമായും സ്വാധീനിച്ചത്. പക്ഷേ ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, മറ്റു പല മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യർ ഈ കഴിവുകളെല്ലാം വികസിപ്പിച്ചെടുത്തത് ഒരുമിച്ചാണ്. ദീർഘകാലം നീണ്ടുനിൽക്കുന്ന സഹകരണം, ശക്തമായ പങ്കാളിത്തം, രണ്ടുപേരും ചേർന്നുള്ള രക്ഷാകർതൃത്വം, വളരെ സങ്കീർണമായ സാമൂഹിക ബുദ്ധി, ഇതെല്ലാം പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നേടിയെടുത്തതാണ്. അതായത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കാൾ കൂടുതൽ പരസ്പര സഹകരണത്തിലായിരുന്നു നമ്മുടെ പരിണാമം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. മനുഷ്യ മസ്തിഷ്കത്തിനുള്ളിൽ എന്താണ് നടക്കുന്നത്? അവയിലെ ശരാശരി വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തലച്ചോറുകൾ തമ്മിൽ വലിയ തോതിലുള്ള സാമ്യങ്ങളാണുള്ളത്. എങ്കിലും ചെറിയ എന്നാൽ വളരെ യഥാർത്ഥമായ ചില ശരാശരി വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. ആദ്യമായി നമുക്ക് അമിഗ്ഡാലയെക്കുറിച്ച് പറയാം. നമ്മുടെ വികാരങ്ങളെയും ഭീഷണികളെയുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണിത്. ശരാശരി കണക്കുകളെടുത്താൽ പുരുഷന്മാരിൽ ഈ അമിഗ്ഡാലയ്ക്ക് അല്പം വലിപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ ഭീഷണികളോടും വികാരങ്ങളോടും അവർ പ്രതികരിക്കുന്ന രീതിയിലും ഈ നേരെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ഇനി ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹിപ്പോകാമ്പസ്. തലച്ചോറിന്റെ മൊത്തം വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീകളിൽ ഈ ഭാഗം അല്പം വലുതായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കുന്നതുമായി, അതായത് വാക്കാലുള്ള ഓർമ്മശക്തിയുമായി ഇതിന് വളരെ വലിയൊരു ബന്ധമുണ്ട്. അടുത്തത് കോർപ്പസ് കലോസം. ഇത് ശരിക്കും തലച്ചോറിന്റെ വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വയറിംഗ് സംവിധാനമാണെന്ന് പറയാം. സ്ത്രീകളിൽ ഈ 2 അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തമാണെന്നതിന് കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. ഒരേ സമയം പല കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനുമുള്ള അവരുടെ ഒരു പ്രത്യേക കഴിവിനെ സഹായിക്കുന്നത് ഇതായിരിക്കാം. ഇനി ഹൈപ്പോതലാമസിലേക്ക് നോക്കാം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിലുള്ള ചില ഹോർമോണുകൾ തലച്ചോറിന്റെ ഘടനയെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. പുരുഷന്മാരിൽ ഹൈപ്പോതലാമസിലെ സെക്ഷുവലി ഡൈമോർഫിക് ന്യൂക്ലിയസ് അഥവാ SDN വലുതായിരിക്കാൻ കാരണം ജനനത്തിനു മുമ്പുള്ള ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ സ്വാധീനമാണ്. ശരിക്കും ഈ ഹോർമോണുകളാണ് നമ്മുടെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്ന അദൃശ്യരായ ശില്പികൾ എന്ന് പറയുന്നത് തീർത്തും ശരിയാണ്. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രശ്നമോ വലിയൊരു സമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, ജോലിസ്ഥലത്ത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ രാസപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ സ്വാധീനം കാരണം സ്ത്രീകൾ പൊതുവെ കൂടെയുള്ളവരെ പരിപാലിക്കാനും അവരുമായി ചേർന്ന് ഒരു സൗഹൃദത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കാനുമാണ് ശ്രമിക്കാറ്. എന്നാൽ പുരുഷന്മാരിലേക്ക് വരുമ്പോൾ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകളാണ് അവിടെ വില്ലനാകുന്നത്. അവർ ആ പ്രശ്നത്തോട് നേരിട്ട് പോരാടാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് വേഗത്തിൽ മാറി നിൽക്കാനോ ഉള്ള ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് രീതിയാണ് കൂടുതലും സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ബയോളജി അവിടെ നിൽക്കട്ടെ. ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം. നമ്മുടെ പെരുമാറ്റങ്ങളിലെ ഈ ശരാശരികളെ മനഃശാസ്ത്രം എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ തലച്ചോറിനുള്ളിലെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി കുറച്ചുകൂടി പൊതുവായ ചില പെരുമാറ്റങ്ങളിലേക്ക് വരാം. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ പറയുന്നതൊന്നും എല്ലാവർക്കും ഒരേപോലെ ബാധകമായ സാർവത്രിക നിയമങ്ങളല്ല, വെറും ശരാശരികൾ മാത്രമാണ്.
ഉദാഹരണത്തിന് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സൈമൺ ബാരൻ കോഹന്റെ സിദ്ധാന്തം തന്നെ എടുക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ കൂടുതലും മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി കാണിക്കാൻ പ്രവണതയുള്ളവരാണ്. എന്നാൽ പുരുഷന്മാർ കാര്യങ്ങൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൃത്യമായ ക്രമത്തിലാക്കാൻ താൽപ്പര്യം കാണിക്കുന്നവരാണ്. പക്ഷെ ഓർക്കുക, ഇതൊരു അന്തിമ തീരുമാനമൊന്നുമല്ല. ഈ ആശയം ശാസ്ത്രലോകത്ത് ഒരുപാട് തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിനും ചുറ്റുപാടിനും ഇതിൽ വലിയൊരു പങ്കുമുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഇതാണ്. നമ്മുടെ സ്വഭാവങ്ങളിലെ ഈ ശരാശരി വ്യത്യാസങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ദേഷ്യം അല്ലെങ്കിൽ ആക്രമണോത്സുകത പ്രകടിപ്പിക്കുന്ന രീതിയെടുത്താൽ പുരുഷന്മാരിൽ അത് പലപ്പോഴും ശാരീരികമായിരിക്കാം, എന്നാൽ സ്ത്രീകളിൽ അത് കൂടുതൽ വാക്കാലുള്ളതോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളെ വെച്ചുള്ളതോ ആകാം. അതുപോലെ തന്നെ ശാരീരികവും സാമ്പത്തികവുമായ റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ പുരുഷന്മാരെപ്പോഴും ഒരു പടി മുന്നിലാണ്. വൈജ്ഞാനിക കഴിവിന്റെ കാര്യമെടുത്താലോ, പുരുഷന്മാർക്ക് ഒരു വസ്തുവിനെ മനസ്സിൽ സങ്കല്പിച്ചു നോക്കാനുള്ള സ്പേഷ്യൽ റൊട്ടേഷൻ കഴിവ് കൂടുമ്പോൾ സ്ത്രീകൾക്ക് ഭാഷാപരമായ കഴിവുകൾ അല്പം കൂടുതലായിരിക്കും. ശരിക്കും നമ്മുടെ അമൂർത്തമായ ചിന്തകളെ അളക്കാൻ കഴിയുന്ന കൃത്യമായ ഡാറ്റകളാക്കി മാറ്റുന്നത് ഇത്തരം വിവരങ്ങളാണ്. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. 4ാമത്തെ ഭാഗം, മൊസൈക്ക് ബ്രെയിൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നിച്ചു ചേർക്കുമ്പോൾ കിട്ടുന്ന ആ വലിയ ചിത്രം. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി വ്യക്തമാക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആൺകുട്ടികൾക്ക് എപ്പോഴും നീലനിറം, പെൺകുട്ടികൾക്ക് പിങ്ക് നിറം എന്നൊക്കെയുള്ള പഴയ ചിന്താഗതികളിൽ നിന്ന് മാറി വളരെ സങ്കീർണവും മനോഹരവുമായൊരു വിശാല ലോകത്തേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. നൂറുകണക്കിന് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നൊരു സത്യം ഇതാണ്: പൂർണ്ണമായും ഒരു പുരുഷ തലച്ചോറോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു സ്ത്രീ തലച്ചോറോ ഈ ലോകത്ത് ഇല്ലേയില്ല. നമ്മുടെ ജീനുകളും ശരീരത്തിലെ ഹോർമോണുകളും പിന്നെ നമ്മൾ ഓരോരുത്തരും കടന്നുപോകുന്ന സ്വന്തം ജീവിതാനുഭവങ്ങളും എല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ചെടുത്ത വളരെ വ്യത്യസ്തമായൊരു മൊസൈക്കാണ് നമ്മൾ ഓരോരുത്തരുടെയും തലച്ചോറ്. അതെ, നമ്മളെല്ലാവരും തികച്ചും വ്യത്യസ്തരായ വ്യക്തികളാണ്. അപ്പോൾ ചിന്തിക്കാൻ വക നൽകുന്ന ഒരു അവസാന ചോദ്യത്തോടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നമുക്ക് നിർത്താം. നമ്മുടെ തലച്ചോറ് ഇത്രയധികം വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്നുള്ള ഒരു മനോഹരമായ മൊസൈക്കാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മളായി മാറിയതിൽ എത്ര ശതമാനമാണ് നമ്മുടെ ജനനം കൊണ്ടും ജീവശാസ്ത്രം കൊണ്ടും തീരുമാനിക്കപ്പെട്ടത്? ഇനി എത്ര ശതമാനമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ വരച്ചു ചേർത്തതും? എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ആ ഒരു ചിന്ത നിങ്ങളിൽ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.